ഹേ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നത് ചെങ്കോട്ട അച്ഛൻകോവിലാർ വഴി പുനലൂർക്കാണ്. അപ്പോൾ പോകുന്ന വഴി ഫോറസ്റ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാനാണ് പ്ലാന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. പോകുന്ന വഴിക്ക് സേവ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട് മെല്ലെ ഉള്ളോട്ട് കയറുകയാണ്. ഇന്ന് കംപ്ലീറ്റ് ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിലും ആദ്യം നമുക്കൊന്ന് റൈറ്റ് സൈഡിലോട്ട് പോവാം. ഇവിടെ എന്താന്നല്ലേ, ഇവിടെയാണ് നമ്മുടെ മേക്കര വരുന്നത്. നമ്മുടെ തെങ്കാശി വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. മേക്കര നമ്മളന്ന് ചെന്നപ്പോൾ നെൽപ്പാടങ്ങളിലെല്ലാം അവർ ഞാറ് നട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു ജാനുവരി ആകുമ്പോഴേക്കും കൊയ്യാറാകുമെന്ന്. അപ്പോൾ എന്തായാലും ജാനുവരി സ്റ്റാർട്ടായിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ശരിയാണ് കേട്ടോ, ദേ നോക്കി, ചില സ്ഥലങ്ങളിലൊക്കെ ഞാറ് നല്ല വിളഞ്ഞ് യെല്ലോ കളറായി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ല വീഡിയോയില്? നെൽപ്പാടങ്ങൾ എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കാൻ എന്തൊരു ഭംഗിയാണല്ലേ. അതിന്റെ കൂടെ ഇവിടെ നിന്നാണെങ്കിൽ ആ വെസ്റ്റേൺ ഗഡ്സും അതിന്റെ താഴെയുള്ള നെൽപ്പാടങ്ങളും എല്ലാം കൂടെ ഒരു അടിപൊളി വൈബ് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പഴയ നോട്ട്ബുക്സിലൊക്കെ കാണുന്ന ഒരു പിക്ചറുണ്ട്, ബാക്കിൽ ഒരു മലയും ഫ്രണ്ടിൽ നെൽപ്പാടങ്ങളും ആ ഒരു ഗ്രീനറിയും ഒക്കെ ആയിട്ട്. വാവ്, അടിപൊളി. ഇവിടെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും കൊയ്ത്ത് തുടങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് വരുവാണെങ്കിൽ കൊയ്ത്തിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുമെന്നും പറഞ്ഞു. കണ്ണെത്താ ദൂരത്തോളം പരന്നങ്ങനെ കിടക്കുകയാണ് നെൽപ്പാടങ്ങൾ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലുക്ക് തന്നെയാണ്. ഇതുവഴി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് അടവീനാർ ഡാമിലെത്താം. ഇപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ ഇന്നത്തെ എയിം കംപ്ലീറ്റ് ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയി ഞങ്ങളിതേ വീണ്ടും ഞങ്ങളുടെ റൂട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. സത്യത്തിൽ തമിഴ്നാടിനെന്നും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് വേനലായാലും മഴക്കാലമായാലും ഒക്കെ തമിഴ്നാടിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതേ ഫൈനലി മേക്കര ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ തിരുവനന്തപുരം നെടുമങ്ങാട് പാലോട് വഴി കുളത്തൂർ പുഴ കയറി അവിടെ നിന്ന് ആര്യൻകാവ് തെങ്കാശി വഴിയാണ് മേക്കരയ്ക്ക് എത്തിയത്. ഇനി അച്ഛൻകോവിലാർ വഴി ഫോറസ്റ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് പുനലൂർക്ക് കയറാനാണ് പ്ലാൻ. അങ്ങനെ പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിക്ക് പലയിടത്തായി ഒത്തിരി ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻകോവിലാർ പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരുന്നത്. ഈ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് ഉള്ളിൽ കയറുമ്പോൾ തന്നെ കുംഭവൃട്ടി വാട്ടർഫോൾസിന്റെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതേ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻസിന്റെയും ഡയറക്ഷൻസിന്റെയും ഒക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ഛൻകോവിലാറും ശബരിമലയും ഒക്കെ ഈ റൂട്ടിലാണ്. മാത്രമല്ല ആനയും കടുവയും ഒക്കെ ഉണ്ട് എന്നുള്ള സൈൻ ബോർഡും അടുത്ത് കണ്ടു. അങ്ങനെ ദേ ഫോറസ്റ്റിനുള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇടതൂർന്ന വനത്തിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുവശങ്ങളിലും അധികമായി കാണുന്നത് തേക്കിന്റെ മരങ്ങളായിരുന്നു. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ഞങ്ങളെ ക്രോസ് ചെയ്തു പോകുന്നുണ്ട്. അത് മാത്രമല്ല ഒറ്റയായും കൂട്ടമായും ഒക്കെ നടന്ന് ശബരിമലയ്ക്ക് പോകുന്ന ഒരുപാട് അയ്യപ്പന്മാരെയും കണ്ടു ഞങ്ങൾ. കണ്ടോ വരുന്നേ? സേലം. സേലത്തിൽ നടന്നു വന്നേ എത്ര നാളായി? 13. ഇനി എത്ര ദിവസം എടുക്കും? 10 നാളാവും. 10 നാളോടെ. റൂട്ടാണ് പോകുന്നത് ഇനി? അച്ചൻകോവിൽ ടു എരുമേലി ശബരിമല. കാടല്ലേ? എരുമേലി കാട്. അച്ചൻകോവിൽ കഴിഞ്ഞു കല്ലലി. ആ, കല്ലലി കണ്ണുണ്ട്. ആഹാരം കഴിച്ചായിരുന്നോ? ശരി, അപ്പൊ സ്വാമി ശരണം. ദേ കണ്ടില്ലേ, 23 ദിവസം യാത്ര ചെയ്തിട്ടാണ് ഇവര് ശബരിമലയ്ക്ക് എത്തുന്നത്. അതും ഈ കാട്ടിനുള്ളിലൂടെ, അതും വന്യജീവികളുള്ള ഈ കാട്ടിലൂടെ. മുന്നോട്ട് പോയപ്പോൾ അവരുടെ സംഘത്തിലുള്ള വേറെ ആൾക്കാർ ഇവിടെ ഒരിടത്ത് വിശ്രമിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും എത്തിച്ചേരുമ്പോൾ അവർ യാത്ര വീണ്ടും തുടരും. അത്തരത്തിലാണ് ഇവർ ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. ദേ ഇത് കണ്ടോ, എലിഫന്റ് ക്രോസിംഗിന്റെ ബോർഡാണ്. ഇവിടങ്ങളിലൊക്കെ നീരുറവകൾ ഉള്ളതുകൊണ്ട് എലിഫന്റ് ക്രോസിംഗ് ഇവിടെ സർവ്വസാധാരണമാണ്. ഞങ്ങൾ പോകുന്ന വഴിയാകെയും ദേ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നീരുറവകളും അരുവികളും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വന്യജീവികൾ ഇവിടെയൊക്കെ വെള്ളം കുടിക്കാനായി എത്തുന്നതും. ദേ ഇനി നമ്മൾ കാണുന്നത് അയ്യപ്പന്മാരുടെ ഒരു ഇടത്താവളമാണ്. കാട്ടിൽ പലയിടത്തായി ഇത്തരത്തിലുള്ള ഇടത്താവളങ്ങൾ കണ്ടുവരുന്നുണ്ട്. അവിടങ്ങളിൽ ഇവർ വിശ്രമിച്ച് ആഹാരമൊക്കെ പാകം ചെയ്ത് കഴിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്.
ഇത് കാണുന്നില്ലേ, മരങ്ങളൊക്കെ നല്ല ഇടതൂർന്നു തന്നെയാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ അയ്യപ്പ സീസൺ ആയതിനാലായിരിക്കണം നമുക്ക് വന്യമൃഗങ്ങളെയോ ഒന്നും കാണാൻ കഴിയാത്തത്. പൊതുവെ ഇതുവഴി വരുമ്പോൾ വന്യമൃഗങ്ങൾ സർവ്വസാധാരണമാണ് ഇവിടെ. ഇതിപ്പോൾ വാഹനങ്ങളുടെയും ആൾക്കാരുടെയും ഒക്കെ പ്രസൻസ് കാരണം വന്യമൃഗങ്ങൾ അധികം പുറത്തേക്ക് വരാറില്ല. നിങ്ങൾ ഇതുവഴി വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പകൽ സമയത്ത് തന്നെ ഈ ഫോറസ്റ്റ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. രാത്രിയായാൽ വന്യജീവികളുടെ മുമ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഏത് രീതിയിൽ അവരൊക്കെ റിയാക്ട് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുകയില്ല. എപ്പോഴും സേഫ്റ്റി നോക്കി മാത്രം യാത്ര ചെയ്യും. അങ്ങനെ നമ്മൾ കുംഭവരുട്ടി വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ വെള്ളമില്ലാത്തതിനാൽ ഞങ്ങൾ ഇറങ്ങാതെ മുന്നോട്ട് തന്നെ യാത്ര തുടർന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി പേർ ഈ വാട്ടർഫോൾസിൽ വന്നിട്ട് വെള്ളമില്ലാത്തതിനാൽ തിരിച്ചു മടങ്ങുന്നുണ്ടായിരുന്നു. പലയിടത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വക അലർട്ട് ബോർഡുകളുണ്ട്. വന്യജീവികൾ ഉണ്ടെന്നും സൂക്ഷിക്കണം എന്നുള്ളതിന്റെയും ഒക്കെ ബോർഡുകൾ പലയിടത്തായി കാണാൻ സാധിക്കും. ഇവിടേക്ക് യാത്ര വരുമ്പോൾ കഴിവതും 4 വീലറിൽ തന്നെ വരുന്നതാണ് നല്ലത്. 2 വീലറിലാണെങ്കിൽ വന്യജീവികളുടെ മുമ്പിൽ പെട്ടുപോയാൽ നമുക്ക് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും ഇറങ്ങി ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ കഴിയില്ല. സെയിം ടൈം ഇപ്പോ 4 വീലറിലാണെങ്കിൽ നമുക്ക് ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കാട് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഉറപ്പായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒബേ ചെയ്ത് വേണം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ. നമ്മുടെ സേഫ്റ്റി നോക്കാതെ ഒരു തരത്തിലുള്ള ആക്ഷൻസും ചെയ്യരുത്. അങ്ങനെ ഞങ്ങൾ അച്ചൻകോവിലാർ എത്തിയിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രം വരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒത്തിരി അയ്യപ്പന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ പുറത്തുകൂടെ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. ഇതാണ് ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഞങ്ങൾ രാത്രിക്ക് മുൻപേ ഈ കാട് കടന്ന് പുനലൂർ എത്തണമെന്നുള്ളതിനാൽ ക്ഷേത്രത്തിൽ ഇറങ്ങാതെ മുന്നോട്ട് യാത്ര തുടർന്നു. ഈ ക്ഷേത്രവും അയ്യപ്പന്മാരുടെ ഒരു മെയിൻ ഇടത്താവളം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാട്ടിനുള്ളിലൂടെയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. വീണ്ടും ഇടതൂർന്ന കാടും നിറയെ മരങ്ങളും ഒക്കെയായി. ഈ കാട്ടിനുള്ളിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെന്റ് ഒക്കെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു മയിലിനെ കണ്ടു. ഇത് ഒരു പെൺമയിലാണ്. ഇതിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. തൊട്ടു പിന്നാലെ ഒരു ആൺമയിലിനെയും കണ്ടു. ഞങ്ങൾ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് കാറിനുള്ളിലിരുന്ന് തന്നെയായിരുന്നു. വലിയ വലിയ കൂറ്റൻ മരങ്ങളാണ് 2 സൈഡിലും ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ ഇതിനുള്ളിൽ വല്ലതും നിൽക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോ വന്യമൃഗങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ ഞങ്ങൾ സാഹസമൊന്നും കാണിക്കാൻ പോയില്ല. ഇതുവഴി എപ്പോഴും ഡേ ടൈമിൽ തന്നെ യാത്ര ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. എന്നാൽ നൈറ്റ് ടൈമിൽ യാത്ര നിരോധിച്ചിട്ടില്ലാത്ത ഒരു ഫോറസ്റ്റ് റൂട്ട് കൂടെയാണ് ഇവിടം. അതായത് നിങ്ങൾ ഫോറസ്റ്റിൽ യാത്ര ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുവഴി നൈറ്റിലും യാത്ര ചെയ്യാം. കാട്ടിനുള്ളിൽ പലയിടത്തും മുറിച്ചിട്ടതും മറിഞ്ഞു വീണതുമായിട്ടുള്ള മരങ്ങൾ കാണാനുണ്ടായിരുന്നു. പലയിടത്തും ലോറികളിൽ മരങ്ങൾ കയറ്റി പോകുന്നതും കണ്ടു. റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും മണ്ണിടിഞ്ഞിരിക്കുന്നത് കാണാം. ചിലപ്പോൾ കഴിഞ്ഞ മഴയിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായതാകാം. അതുകൊണ്ട് തന്നെ മഴ സമയത്തൊക്കെ ഇതുവഴി വരുമ്പോൾ നന്നേ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മണ്ണിടിച്ചിൽ മാത്രമല്ല, മരങ്ങളൊക്കെ കടപുഴകി വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ പലയിടത്തും ഇത്തരത്തിൽ മറിഞ്ഞു വീണ് കിടക്കുന്ന മരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോകുന്ന വഴിക്ക് മനോഹരമായൊരു ജലാശയം കണ്ടു. കണ്ടപ്പോൾ ഇറങ്ങി ഫോട്ടോ എടുത്താലോ എന്ന് ഓർത്തതാണ്. പിന്നെ ഓർത്തു വേണ്ട, ജലാശയമായതുകൊണ്ട് തന്നെ വന്യജീവികൾ വെള്ളം കുടിക്കാൻ വരാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. റിഞ്ഞു വീണ മരങ്ങൾ പലതും അവിടെ തന്നെ ജീർണിച്ച് നശിക്കുകയാണ് ചെയ്യുന്നത്. കാടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ആകെ മാറിയായിരുന്നു. നല്ല തണുത്ത കാറ്റും നല്ല വായുവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടം. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഇവിടമാണിവിടം. അതുപോലെ തന്നെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും പറ്റിയ സ്പോട്ട് തന്നെയാണ് ഇവിടം. അങ്ങനെ ഞങ്ങൾ അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുന്നിലെത്തി. യാത്ര വീണ്ടും തുടരുകയാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന പാത, അതും കാനനപാത എന്ന് തന്നെ പറയാം. കാട്ടിന്റെ നടുവിലൂടെ ഉള്ള ഒരു യാത്ര. അയ്യപ്പ ഭക്തന്മാർ ഉള്ളത് കൊണ്ട് മാത്രം ആളനക്കമുണ്ടായ ഒരു സ്ഥലം. സമയം സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ കാട്ടിലൂടെയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്ത് പുനലൂർക്ക് എത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.